ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഇന്ന് നമുക്ക് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിക്കാം. ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നോക്കാം. ഓക്കെ. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എക്സാക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കൺസേൺ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും. ഫീച്ചേഴ്സ് നോക്കാം. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് ആൻ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അക്കൗണ്ട് അല്ല. ഇറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ ബിസിനസ്. ബാലൻസ് ഷീറ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കാണിക്കുവാൻ സഹായിക്കും. It is prepared on a particular date to place the asset and liabilities on that date. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും. ആ ഡേറ്റിലെ അസറ്റും ലയബിലിറ്റീസും ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്സ് ഓൺലി റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ടാണ്. എന്താണ് റിയൽ അക്കൗണ്ട് എന്ന് നോക്കാം. അസറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസിൻ്റെയും പേരിലുള്ള അക്കൗണ്ടുകളെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ക്യാഷ്, സ്റ്റോക്ക്, ബിൽഡിംഗ്, ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയവ റിയൽ അക്കൗണ്ടിന് എക്സാമ്പിളാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ്. അതായത് എന്താണോ അകത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുകയും എന്താണോ പുറത്തേക്ക് പോയത് അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. ഒരു ഉദാഹരണം നോക്കാം. ഫർണിച്ചർ പർച്ചേസ്ഡ് ഇൻ ക്യാഷ്. അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരും. അതായത് ഫർണിച്ചർ അകത്തേക്ക് വന്നു, അതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് പുറത്തേക്ക് പോയി, അതിനെ ക്രെഡിറ്റ് ചെയ്തു. പേഴ്സണൽ അക്കൗണ്ട് എന്നാ നോക്കാം. ഒരു പേഴ്സൺ, ഫേം, കമ്പനീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയുടെ പേരിലുള്ള അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് 3 തരമുണ്ട്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പേരിലുള്ള അക്കൗണ്ടുകളാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, ഒരു ഫേം, കമ്പനി, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയുടെ പേരിലുള്ള അക്കൗണ്ടുകളാണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രിപ്പെയ്ഡ് ഇൻകം, അക്രൂഡ് ഇൻകം എന്നിവയുടെ പേരിലുള്ള അക്കൗണ്ടുകളാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ, ഡ്രോയിങ്, ബാങ്ക്, ലോണ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് എന്നിവ പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിളാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ്. അതായത് റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യുകയും നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. പെയ്ഡ് ടു സുരേഷ് ₹2000 ബൈ ബാങ്ക്. സുരേഷിന് ഒരു 2000 രൂപ ബാങ്ക് വഴി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? സുരേഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും. അപ്പോൾ ഇവിടെ സുരേഷിനെ ഡെബിറ്റ് ചെയ്തു. സുരേഷ് എന്ന് പറയുന്നത് ഇവിടെ റിസീവറാണ്. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഗിവറാണ്. ബാങ്ക് നൽകി റിസീവ് ചെയ്തത് ആരാണ്? സുരേഷാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടും ഒരു പേഴ്സണൽ അക്കൗണ്ടും ആണ്. ദ കമ്പോണൻസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കറണ്ട് ലയബിലിറ്റീസും ലോങ് ടേം ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ് കാണിക്കുന്നത്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ ഒരു വർഷ കാലാവധിക്ക് ശേഷം ഡ്യൂ ആകുന്ന ലയബിലിറ്റീസുകളെയാണ് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ലോങ് ടേം ലോണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റുമാണ് കാണിക്കുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ പണമോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ പണമായോ മാറ്റാൻ സാധിക്കുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് പീരീഡ് അസറ്റ്സ് ആണ്. ഉദാഹരണം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ടു ബാങ്ക്, ബിൽസ് റിസീവബിൾസ്, ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം തുടങ്ങിയവ.
ഇനി കറണ്ട് അസറ്റിനെ ഫ്ലോട്ടിംഗ് അസറ്റ് എന്നും ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ് എന്നും സർക്കുലേറ്റിംഗ് അസറ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് ലോങ് പീരീഡ് ഓഫ് ലൈഫ് ഉള്ള അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. മിഷനറി, ഫർണിച്ചർ, ലാൻഡ് എന്നിവയ്ക്കാണ് ഉദാഹരണം. The arrangement of assets and liabilities in certain specific order in the balance sheet is called grouping or marshalling. ബാലൻസ് ഷീറ്റിൽ അസറ്റിനെയും ലയബിലിറ്റിനെയും ഒരു സ്പെസിഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ മാർഷലിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രൂപ്പിംഗ് എന്ന് നോക്കാം. ഗ്രൂപ്പിംഗ് എംപ്ലോയ്സ് ബ്രിങ്ങിങ് ടുഗദർ ഐറ്റംസ് ഓഫ് എ സിമിലർ നാച്ചർ അണ്ടർ കോമൺ ഹെഡിങ്. ഒരേ സ്വഭാവമുള്ള ഐറ്റംസിനെ ഒരു കോമൺ ഹെഡിങ്ങിൽ കാണിക്കുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. മാർഷലിംഗ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഇൻ പ്രോപ്പർ ഓർഡർ ഇസ് കാൾഡ് മാർഷലിംഗ്. ബാലൻസ് ഷീറ്റിലെ അസറ്റിനെയും ലയബിലിറ്റീനെയും ഒരു ശരിയായ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. മാർഷലിംഗ് രണ്ട് തരത്തിലുണ്ട്, ലിക്വിഡിറ്റി ഓർഡറും പെർമനൻസ് ഓർഡറും. ലിക്വിഡിറ്റി ഓർഡർ എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അസറ്റിനെ എത്രയും പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി കൂടുതലുള്ളതിനെ ആദ്യം കാണിക്കും, ലിക്വിഡിറ്റി കൂടുതലുള്ള അസറ്റിനെ ആദ്യം കാണിക്കുകയും ലിക്വിഡിറ്റി കുറഞ്ഞവയെ ലാസ്റ്റ് കാണിക്കുകയും ചെയ്യും. ദ അസറ്റ് വിച്ച് ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് വിൽ ബി ലിസ്റ്റഡ് ഫസ്റ്റ് ആൻഡ് ദ അസറ്റ് വിച്ച് ഈസ് ലീസ്റ്റ് ലിക്വിഡ് വിൽ ബി ലിസ്റ്റഡ് ലാസ്റ്റ്. അതുപോലെ തന്നെ ലയബിലിറ്റിയുടെ കേസിലാണെങ്കിൽ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റി ആദ്യം കാണിക്കുകയും പതിയെ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റി ലാസ്റ്റ് കാണിക്കുകയും ചെയ്യും. അതാണ് ലിക്വിഡിറ്റി ഓർഡറിൽ പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി അനുസരിച്ചിട്ടാണ് അസറ്റിനെയും ലയബിലിറ്റിയും അറേഞ്ച് ചെയ്യുന്നത്. ഡിസെൻഡിങ് ഓർഡറിലാണ്. ഏറ്റവും കൂടിയ ലിക്വിഡിറ്റി കൂടിയവയെ ആദ്യം കാണിക്കുകയും കുറഞ്ഞവയെ ലാസ്റ്റ് കാണിക്കുകയും ചെയ്യും. ലയബിലിറ്റിയുടെ കേസിൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കേണ്ടവയെ ആദ്യം കാണിക്കുകയും പതിയെ കൊടുക്കേണ്ടതിന് ലാസ്റ്റ് കാണിക്കുകയും ചെയ്യും. പെർമനൻസ് ഓർഡർ. പെർമനൻസ് ഓർഡറിൽ അസറ്റിനെയും ലയബിലിറ്റിയെയും അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ലൈഫ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഫിക്സഡ് അസറ്റിന് ലൈഫ് കൂടിയതാണ്, അപ്പോൾ ഫിക്സഡ് അസറ്റിനെ ആയിരിക്കും ആദ്യം കാണിക്കുക, അതിന് ശേഷമായിരിക്കും കറണ്ട് അസറ്റ് കാണിക്കുക. ലയബിലിറ്റീൻ്റെ കേസിലായാലും ക്യാപിറ്റൽ എന്ന് പറയുന്നതിനാണ് ലൈഫ് കൂടുതൽ. ക്യാപിറ്റൽ കമ്പനിയുടെ അവസാനം വരെ ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റലിനെ ആയിരിക്കും ആദ്യം കാണിക്കുക, അതിനുശേഷം ലോങ് ടൈം ലയബിലിറ്റീസ്, അതിനുശേഷമായിരിക്കും കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുക. അപ്പോൾ ലൈഫ് കൂടിയവയെ ആദ്യം കാണിക്കുകയും ലൈഫ് കുറഞ്ഞവയെ അവസാനം കാണിക്കുകയും ചെയ്യുന്നത് പെർമനൻസ് ഓർഡർ.